നമസ്കാരം. ഓപ്പറേഷൻസ് റിസർച്ചിന്റെ പ്ലേലിസ്റ്റിൽ LPPയുടെ മിനിമൈസേഷൻ പ്രോബ്ലം സിംപ്ലെക്സ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ മറ്റൊരു മിനിമൈസേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ x1, x2, x3 എന്നിങ്ങനെ 3 ഡിസിഷൻ വേരിയബിൾസും അതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്ന 3 കൺസ്ട്രെയിൻസും ആണ് ഉള്ളത്. ആദ്യം തന്നെ നമുക്ക് 3 കൺസ്ട്രെയിൻസിലും S1, S2, S3 എന്നിങ്ങനെ 3 സ്ലാക്ക് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്ത് എഴുതുക. ശ്രദ്ധിക്കണം, മിനിമൈസേഷൻ പ്രോബ്ലം ആണിത്. Z' വേണം സ്ലാക്ക് വേരിയബിൾസ് ചേർത്തെഴുതാൻ. Z' എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? തന്നിരിക്കുന്ന Zനെ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, Zലുള്ള എല്ലാ ടേംസിന്റെയും സൈൻ ചേഞ്ച് ചെയ്യുക. അതായത് പോസിറ്റീവ് x1 നെഗറ്റീവ് x1 ആകും, -3x2 +3x2 ആവും, അതേപോലെ +2x3 -2x3 ആയിട്ട് മാറും. അപ്പോൾ Z' കിട്ടുന്നു. എന്നിട്ട് അതിലേക്ക് വേണം കോഎഫിഷ്യൻസ് 0 ആയിട്ടുള്ള സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ മാക്സിമൈസേഷനിലേക്ക് കൺവേർട്ടായി. സ്റ്റാൻഡേർഡ് ഫോം എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് സിംപ്ലെക്സ് ടേബിൾ വരയ്ക്കാം. ടേബിൾ ഫില്ല് ചെയ്യുക. CJ വാല്യൂസ് ആയി പുതിയ Zലെ കോഎഫിഷ്യൻസ് ആണ് എടുക്കേണ്ടത്. ΔJ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ വന്നതുകൊണ്ട് ഒപ്റ്റിമ അറ്റൈൻ ചെയ്തിട്ടില്ല. ഒരേ ഒരു നെഗറ്റീവ് വാല്യൂവേ ഉള്ളൂ ഇവിടെ, അത് -3 ആണ്. അപ്പോൾ x2 ആണ് ഇൻകമിംഗ്. മിനിമം റേഷ്യോ കണ്ടുപിടിക്കാൻ XB കോളത്തിനെ x2 കോളം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7ഉം -1ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണല്ലോ വരിക. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നെഗറ്റീവ് എന്ന് എഴുതിയാൽ മതി. 12ഉം 4ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 10ഉം 3ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 10/3. 10/3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.333 സംതിങ് ആണ് വരുന്നത്. എന്തായാലും സെക്കൻഡ് വാല്യൂ ആയ 3 തന്നെയാണ് മിനിമം. അപ്പോൾ ആ 3 ആണ് എടുക്കേണ്ടത്. ഔട്ട് ഗോയിങ് S2 ആണ്. കീ എലമെന്റ് 4 ആണല്ലോ. ഇനി സെക്കൻഡ് സിംപ്ലെക്സ് ടേബിളിലേക്ക് പോകാം. B കോളത്തിലും CB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തുക. കീ എലമെന്റ് 4 കൊണ്ട് സെക്കൻഡ് റോനെ ഡിവൈഡ് ചെയ്ത് പുതിയ ടേബിളിലേക്ക് സെക്കൻഡ് റോ ആയിട്ട് തന്നെ എഴുതുക. ഇനി കീ എലമെന്റിന്റെ മുകളിലുള്ള -1നെ 0 ആക്കാൻ വേണ്ടി സ്റ്റാർട്ടിംഗ് സിംപ്ലെക്സ് ടേബിളിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് സിംപ്ലെക്സ് ടേബിളിലെ സെക്കൻഡ് റോയും തമ്മിൽ ആഡ് ചെയ്യാം. 7 + 3 ചെയ്യുമ്പോൾ 10, 3 + -1/2 ചെയ്യുമ്പോൾ 5/2, -1 + 1 0, 3 + 0 3, 1 + 0 1, 0 + 1/4 1/4 എന്നും 0 + 0 0 എന്നും കിട്ടുന്നു. ഇനി കീ എലമെന്റിന്റെ താഴെയുള്ള 3 0 ആക്കാൻ കീ എലമെന്റ് 1 ആക്കി മാറ്റി വെച്ചിരിക്കുന്ന സെക്കൻഡ് സിംപ്ലെക്സ് ടേബിളിലെ സെക്കൻഡ് റോയിനെ ആദ്യം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ വാല്യൂസ് ഇങ്ങനെ വരുന്നു. ഇനി ഈ റെഡ് കളറിലുള്ള വാല്യൂസ് ഫസ്റ്റ് ടേബിളിന്റെ തേർഡ് റോയിൽ നിന്ന് മൈനസ് ചെയ്തെടുക്കാം. അപ്പോൾ 10 - 9 ചെയ്യുമ്പോൾ 1, -4 -3/2 ചെയ്യുമ്പോൾ -5/2 എന്നാണ് കിട്ടുന്നത്. 3 - 3 0, 8 - 0 8, 0 - 0 0, 0 - 3/4 ആൻസർ -3/4 കിട്ടുന്നു. ആൻഡ് 1 - 0 1. ഇനി സെക്കൻഡ് സിംപ്ലെക്സ് ടേബിളിന്റെ ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാം. ZJ വാല്യൂസ് കണ്ടുപിടിക്കാൻ CB കോളം വാല്യൂസ് കൊണ്ട് ഓരോരോ കോളത്തിലുള്ള വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കുകയാണല്ലോ വേണ്ടത്. ഇവിടെ CB കോളം നോക്കുമ്പോൾ 3 മാത്രമാണ് ഒരു നോൺ സീറോ വാല്യൂ ആയിട്ട് കിടക്കുന്നത്. മറ്റു 2 വാല്യൂസും 0 ആണ്. അതുകൊണ്ട് ZJ വാല്യൂസ് കണ്ടുപിടിക്കാൻ ആ 3 കൊണ്ട് ആ റോയിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് ZJ വാല്യൂസ് ആയിട്ട് എഴുതിയാൽ പോരെ? അത് തന്നെയല്ലേ നമ്മൾ തൊട്ടു മുന്നേ ഉള്ള ടേബിളില് റെഡ് കളറിലുള്ള വാല്യൂസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അവിടെയും നമ്മൾ 3 കൊണ്ടാണ് ആ റോയിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. അത് നോക്കി XB വാല്യൂ ഒഴികെയുള്ള ബാക്കി വാല്യൂസ് ഈ ടേബിളിലോട്ട് ZJ വാല്യൂസ് ആയിട്ട് എഴുതിയാൽ മതി. ΔJ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം -3/2 -1 ചെയ്യുമ്പോൾ -1/2 കിട്ടുന്നു. ബാക്കി ΔJ വാല്യൂസും കൂടെ കണ്ടുപിടിക്കുക. വീണ്ടും നെഗറ്റീവ് വന്നിരിക്കുന്നതുകൊണ്ട് ഒപ്റ്റിമം ആയിട്ടില്ല. -1/2 നേരെയുള്ള x1 ആണ് ഇത്തവണത്തെ ഇൻകമിംഗ്. തീറ്റ കോളം കണ്ടുപിടിക്കാൻ XB കോളത്തിനെ x1 കോളം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. x1ലെ ലാസ്റ്റ് 2 വാല്യൂസും നെഗറ്റീവ് ആണ്.
അതുകൊണ്ട് തീറ്റ കോളത്തിലെ ലാസ്റ്റ് 2 വാല്യൂസും നെഗറ്റീവ് ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി 10നെ 5/2 വെച്ച് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യേണ്ടത്? നമുക്കൊരു റിസൾട്ട് നോക്കാം. a/b ഒരു ഫ്രാക്ഷൻ ആണല്ലോ. അതിനെ c/d എന്ന വേറൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് കരുതുക. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷനായ c/d അതിനെ ഒന്ന് തലതിരിക്കുക. റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ c/d d/c ആയിട്ട് മാറുന്നു. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തിന്റെ ഒപ്പം? ന്യൂമറേറ്ററിലുള്ള ഫ്രാക്ഷനായ a/bയുടെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കിവിടെ 10നെ 5/2 വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 10നെ 10/1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 10/1 ഡിവൈഡഡ് ബൈ 5/2. ഇനി ഡിനോമിനേറ്ററിലുള്ള 5/2നെ തലതിരിക്കാം. അപ്പോൾ 2/5 എന്ന് കിട്ടുന്നു. എന്നിട്ട് മുകളിലുള്ള 10/1ന്റെ ഒപ്പം അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10/1 ഇൻറ്റു 2/5. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റേഴ്സും മൾട്ടിപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഡിനോമിനേറ്റേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ 10 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 5 എന്നാവും. 10 ഇൻറ്റു 2 20 ആണ്. ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 4 കിട്ടുന്നു. ഇതിൽ 10 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 5 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ അറിയാമെങ്കിൽ 5 10ൽ 2 പ്രാവശ്യം എന്നുള്ള രീതിയിൽ ദെൻ ന്യൂമറേറ്റർ അപ്പോൾ 2 ഇൻറ്റു 2 എന്നാവും. അപ്പം തന്നെ 4 എന്ന ആൻസർ കിട്ടും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓരോ സ്റ്റെപ്പിലും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ തീറ്റയുടെ ആദ്യത്തെ വാല്യൂ 4 എന്ന് കിട്ടി. അതിന് നേരെയുള്ള S1 ആണ് ഔട്ട് ഗോയിങ്. കീ എലമെന്റ് 5/2. ഇനി നമ്മൾ സാധാരണ നെക്സ്റ്റ് എന്താ ചെയ്യാറ്? കീ എലമെന്റ് 5/2 ആയതുകൊണ്ട് ആ റോ ഫുൾ 5/2 വെച്ച് ഡിവൈഡ് ചെയ്ത് പുതിയ സിംപ്ലക്സ് ടേബിളിന്റെ റോ എഴുതാറാണ് ചെയ്യുന്നത്. അതിനു മുന്നേ ഇവിടെ ഒരു കാര്യം ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ കീ എലമെന്റ് 5/2 ആണല്ലോ. ഇനി നോക്കിക്കേ, ആ കീ എലമെന്റിന്റെ താഴെയുള്ള വാല്യൂസിൽ ആ ലാസ്റ്റ് വാല്യൂ -5/2 ആണ്. എന്തായാലും ആ -5/2നെ നമുക്ക് 0 ആക്കാനുള്ളതാണ്. അതിനെ 0 ആക്കാൻ 5/2 കീ എലമെന്റ് ആയുള്ള റോ ആ റോയുടെ ഒപ്പം ആഡ് ചെയ്താൽ പോരെ? അതിവിടെ ആദ്യം ചെയ്യാം. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കാൽക്കുലേഷൻ ഈസി ആയിട്ട് മാറും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? സെക്കൻഡ് ടേബിളിലെ ഫസ്റ്റ് റോയും തേർഡ് റോയും കൂടെ ആഡ് ചെയ്ത് പുതിയ ടേബിളിന്റെ തേർഡ് റോ ആയിട്ട് എഴുതുക. അതായത് 10 + 1 11, 5/2 plus -5/2 0, 0 plus 0 0, 3 plus 8 11, 1 plus 0 1, 1/4 plus -3/4 ചെയ്യുമ്പോൾ -1/2, 0 plus 1 1. ഇനി കീ എലമെന്റ് റോയിനെ 5/2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ആദ്യം 10നെ 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണല്ലോ. 4 ആണ് ആൻസർ. 5/2നെ 5/2 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം നമ്പേഴ്സ് ആയതുകൊണ്ട് 1 കിട്ടുന്നു. 0നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0, 3നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6/5, 1നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2/5, 1/4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/10, 0നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0. ഇനി -1/2നെ 0 ആക്കണം. അതിന് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഫസ്റ്റ് റോയിനെ ആദ്യം 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 4നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടുന്നു. 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2, 0നെ 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെ. 6/5നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/5, 2/5നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/5 എന്ന് കിട്ടുന്നു. 1/10നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/20 എന്നും 0നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്നും കിട്ടുന്നു. ഇനി സെക്കൻഡ് ടേബിളിലെ സെക്കൻഡ് റോയും ഈ റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ 3 + 2 ചെയ്യുമ്പോൾ 5, -1/2 + 1/2 0, 1 + 0 1, 0 + 3/5 3/5, 0 + 1/5 1/5, 1/4 + 1/20 ചെയ്യുമ്പോൾ 3/10 ആൻഡ് 0 + 0 ചെയ്യുമ്പോൾ 1. പുതിയ ടേബിളിലും ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ ΔJ വാല്യൂസും പോസിറ്റീവ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് സൊല്യൂഷൻ ഒപ്റ്റിമം ആയിട്ടുണ്ട്. ഇനി ബി കോളവും XB കോളം കൂടെ ചേർത്ത് സൊല്യൂഷൻ എഴുതാമല്ലോ. സൊല്യൂഷൻ ഇങ്ങനെ കിട്ടുന്നു. ഇനി മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. നമ്മളെപ്പോഴും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന Z തന്നെ യൂസ് ചെയ്യുക. ആ Zലേക്ക് ഈ x1 x2ന്റെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Zന്റെ മിനിമം വാല്യൂ -11 എന്ന് കിട്ടുന്നു. ടേബിളിൽ
ഇസഡ് ജെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ സിംപ്ലക്സിൻ്റെ തുടക്കത്തിലുള്ള പ്രോബ്ലംസിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഈ പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത് മനസ്സിലായി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്